യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒക്ടോബർ 2, വിശുദ്ധരായ കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിനം. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയും 10, 11 തിരുവചനങ്ങളാണ്. ഈ ഒരു വചനഭാഗത്തിൽ തുടക്കത്തിൽ ശിശുക്കളെ പറ്റിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ശിശുക്കളെ പോലെ ആകുവാനായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നത് പ്രകാരമാണ്: ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. കാരണം സ്വർഗത്തിൽ അവരുടെ മാലാഖമാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അവരുടെ മാലാഖമാർ. ഇത് സുവിശേഷത്തിൽ നമ്മളെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മെ കാക്കുന്ന, നമ്മളോടൊപ്പമായിരിക്കുന്ന മാലാഖമാർ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. വചനത്തിൽ പറയുന്നത് പോലെ എന്നെ സംരക്ഷിക്കുവാനായിട്ട് ദൈവം നമുക്കായിട്ട് ഓരോ മാലാഖമാരെ തന്നിട്ടുണ്ട്. ആ മാലാഖമാർ എന്നോടൊപ്പം എന്നും കൂടെ നടക്കുന്നുണ്ട്. ഞാൻ നന്മ ചെയ്യുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുകയും ഞാൻ തിന്മ ചെയ്യുമ്പോൾ അത് കണ്ട് ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരു മാലാഖ, എന്നോടൊപ്പമായിരിക്കുന്ന ഈ മാലാഖ നമ്മുടെ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ എപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ പോലും ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ തിന്മ ചെയ്യുന്നത് ആരും കാണുന്നില്ല എന്ന്. എന്നാൽ എൻ്റെ കൂടെയുള്ള, എന്നെ കാക്കുവാനായിട്ട് എന്നോടൊപ്പം അയച്ചിരിക്കുന്ന ഈ മാലാഖ ഈ തിന്മയെല്ലാം കാണുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ തിന്മയും കാണുന്നുണ്ട്. അപ്പോൾ എന്നെ കാണുന്ന മാലാഖയെ ഓർത്തിട്ട് നാം തിന്മ ചെയ്യാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നാം ഓരോരുത്തരും കാവൽ മാലാഖയോട് എന്നും പ്രാർത്ഥിക്കണം. ഞാൻ എന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു നല്ലൊരു ഗുണം നമുക്ക് ലഭിക്കും. കാരണം എൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ്, ദൈവം നമുക്കായിട്ട് ഈ മാലാഖമാരെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നും നന്മ ചെയ്തും കാവൽ മാലാഖയോട് പ്രാർത്ഥിച്ചും ജീവിച്ചു പോരുകയാണ് എങ്കിൽ എൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാനായിട്ട് അവർ എന്നും എന്നെ സംരക്ഷിക്കും എന്നതാണ്. ഞാൻ ചെയ്യുന്ന തിന്മകളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ആ കാവൽ മാലാഖയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല രീതിയിൽ കുമ്പസാരിക്കുകയാണ് എങ്കിൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന, നമ്മളോട് കരുണ കാണിക്കുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഈ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും നമ്മുടെ കൂടെയുള്ള കാവൽ മാലാഖയോട് ഒപ്പം ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കുവാനും സഹായിക്കുവാനുമായി കരുണാമയനായ ദൈവത്താൽ നിയമിതനായ എൻ്റെ കാവൽ മാലാഖെ, അങ്ങേ സംരക്ഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എൻ്റെ മനസ്സ് ചഞ്ചലമാകുമ്പോഴും അസ്വസ്ഥമാകുമ്പോഴും ആശ്വാസമായി അങ്ങുണ്ടാകണമേ. പാപവഴികളിൽ വീഴാതെ നന്മയിലും വിശുദ്ധിയിലും എന്നെ ഉറപ്പിക്കണമേ. നല്ലത് വിചാരിക്കാനും നല്ലത് പറയാനും നല്ലത് ചെയ്യാനും എനിക്ക് പ്രചോദനം നൽകണമേ. ജനനം മുതൽ മരണം വരെ എന്നെ കാത്തു പരിപാലിക്കുന്ന അങ്ങ് ഒടുവിൽ സ്നേഹപിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ വിശുദ്ധിയോടെ തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ.